അയ്യപ്പ സംഗമത്തിൽ യോഗിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. എം.വി. ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി തിരിച്ചടിയാണുണ്ടായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും CPMന് വോട്ടുകൾ നഷ്ടമായി. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയതായും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. CPM സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഒരു പരാജയം ഇടതുമുന്നണിക്ക് കേരളത്തിലുണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചു. എന്നാൽ നിർമ്മാണ മേഖല ഉൾപ്പെടെ പരമ്പരാഗത മേഖലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആകെ പരിഹരിക്കാൻ ആയില്ല. അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ അസംതൃപ്തി തോൽവിക്ക് കാരണമായി. 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് നൽകുകയും ചില മണ്ഡലങ്ങളിൽ അവർ BJPക്ക് വോട്ട് ചെയ്യുന്ന രീതിയുമുണ്ടായി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാരണമായെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഏറ്റുപറഞ്ഞു. സ്വർണ്ണക്കൊള്ളയും അയ്യപ്പ സംഗമവും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു. അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡായിരുന്നു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ശരിയായില്ല എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. SIR ന്യൂനപക്ഷങ്ങൾക്കുണ്ടാക്കിയ ആശങ്ക ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ് കൂട്ടുകെട്ട് നല്ലപോലെ ഉപയോഗിച്ചു. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് മാറ്റാൻ ഇത് കാരണമായെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ജനങ്ങളുടെ അഭിപ്രായം തേടാൻ CPM പ്രവർത്തകർക്കും അനുഭാവികൾക്കും മാത്രമല്ല ആർക്കും അഭിപ്രായങ്ങൾ അറിയിക്കാം. വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. എല്ലാ പാർട്ടി ഘടകങ്ങളിലും ചർച്ച ചെയ്തതിനു ശേഷം തയ്യാറാക്കിയ റിവ്യൂ റിപ്പോർട്ട് ഏകകണ്ഠമായി അംഗീകരിച്ചു. ഇങ്ങനെ ഒരു പരാജയം മുൻകൂട്ടി അറിയുന്നതിൽ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. അതേസമയം തെരഞ്ഞെടുപ്പിന് മുമ്പ് തള്ളിപ്പറയാതിരുന്ന വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും കൈവിട്ട നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന ശക്തമായി പ്രതിരോധിച്ചില്ലെന്ന പൊതുബോധം ഉണ്ടായി. അത് ദൂരീകരിക്കുന്നതിൽ പാർട്ടിക്ക് പിഴവ് സംഭവിച്ചു എന്നും സംസ്ഥാന സെക്രട്ടറി ഏറ്റുപറഞ്ഞു.